ദേവപഞ്ചമി ഭാഗം 7. തൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ മുതൽ തൻ്റെ ഒപ്പം എല്ലാ യാത്രകളിലും അവൾ ഉണ്ടായിരുന്നു. ഏകദേശം 15 രാജ്യങ്ങളോളം ഈ പ്രായത്തിൽ തന്നെ അവൾ തൻ്റെ കൂടെ വന്നു കഴിഞ്ഞു. ആദ്യമായിട്ട് മാറി നിന്നപ്പോൾ തനിക്കും കുഞ്ഞിനും വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഈ യാത്ര ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് താൻ തൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കി പോയത്. അല്ലെങ്കിൽ ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ മാറ്റി നിർത്തി താൻ പോകില്ലായിരുന്നു. അതിനി കോടികൾ നഷ്ടം വരും എന്ന് പറഞ്ഞാലും. ഇത് പക്ഷേ തൻ്റെ മുത്തശ്ശൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പോക്കായതുകൊണ്ട് മാത്രം താൻ പോയതാണ്. അപ്പോഴും അവൻ്റെ കണ്ണുകൾ നിഷ്കളങ്കമായി ഉറങ്ങുന്ന ദേവപഞ്ചമിയിലും അവളുടെ മാറിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന തൻ്റെ നാഗപഞ്ചമിയിലും ആയിരുന്നു. മുത്തശ്ശി ദേവപഞ്ചമി എന്ന പേര് പറഞ്ഞപ്പോൾ താൻ ആദ്യം ഒന്ന് അമ്പരന്നത് ഈ പേരുകളുടെ സാമ്യം കൊണ്ട് ആയിരുന്നു. അവൻ ഓർത്തു. അവന് അവരെ രണ്ടുപേരെയും ശല്യപ്പെടുത്താതെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി ഉറങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് അവന് തോന്നി. ഒന്നുകൂടി നന്നായി മുത്തശ്ശിയെ പുതപ്പിച്ച് കിടത്തിക്കൊണ്ട് അവൻ വീണ്ടും സോഫയിലേക്ക് വന്ന് ഇരുന്നു. ദേവപഞ്ചമിയെയും അവളുടെ അടുത്ത് കിടക്കുന്ന കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് അവൻ ഇരുന്നു. കുഞ്ഞിൻ്റെ ഒപ്പം ദേവപഞ്ചമി ഉറങ്ങിയത് കൊണ്ട് തന്നെ അവൻ കണ്ണുകൾ തുറന്നിരുന്നു. മുത്തശ്ശിക്ക് എന്തെങ്കിലും വന്നാൽ അറിയാതെ പോയാലോ എന്ന് കരുതിയാണ് അവൻ ഉറങ്ങാതെ ഇരുന്നത്. നേരം വെളുത്തതും മുത്തശ്ശി പതിയെ അനങ്ങുന്നത് കണ്ടാണ് അവൻ അങ്ങോട്ട് നോക്കുന്നത്. ഫോണിൽ നോക്കിക്കൊണ്ട് ആ നേരം വരെ അവൻ ഇരുന്നത്. പെട്ടെന്ന് ഇറങ്ങിയത് കൊണ്ട് ലാപ്ടോപ്പും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഫോണിൽ തന്നെ അവൻ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കിയത്. മുത്തശ്ശി എഴുന്നേൽക്കുന്നത് പോലെ തോന്നി അവൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. അവൻ മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചതും പതിയെ മുത്തശ്ശി കണ്ണു തുറന്നു. പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇവിടെയുണ്ട്, അവൻ മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്തെങ്കിലും വേണോ മുത്തശ്ശിക്ക്? അവൻ ചോദിച്ചു. ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അതിനും വേണ്ട എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് ഇരുത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ എഴുന്നേറ്റിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ബെഡ് ഉയർത്തി പതിയെ പില്ലോ എടുത്ത് സപ്പോർട്ടായി വെച്ചു കൊടുത്തു. അപ്പോഴാണ് മുത്തശ്ശി ആ റൂമിലേക്ക് ഒന്ന് നോക്കുന്നത്. നോക്കിയത് ദേവപഞ്ചമിയെ ആണെന്ന് അവന് മനസ്സിലായി. അവൻ സൈഡിൽ നിന്നും മാറിക്കൊടുത്തപ്പോഴാണ് ആ ബെഡിൽ കിടക്കുന്ന ദേവപഞ്ചമിയെ മുത്തശ്ശി കാണുന്നത്. കൂടെ അവളുടെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ വിടർന്നു. അത്ഭുതത്തോടെ മുത്തശ്ശി നോക്കിയത് ആര്യനെ ആയിരുന്നു. അന്യരായിട്ടുള്ള ഒരാളുടെ അടുത്തും അവൻ കുഞ്ഞിനെ കിടത്താറില്ല. എന്തിന് എടുക്കാൻ പോലും അവൻ കൊടുക്കാറില്ല. ആ കുഞ്ഞാണ് ഇപ്പോൾ അവളുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്നത് എന്ന് മുത്തശ്ശി കണ്ടു. ഇന്നലെ ഞാൻ പോന്നപ്പോൾ കുഞ്ഞ് എൻ്റെ കൂടെ പോന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയതാണ്. ഞാൻ അറിയാതെ എപ്പോഴോ ഉറങ്ങിപ്പോയി. വീഴാതിരിക്കാൻ അവൾ എടുത്തുകൊണ്ട് പോയതാണ്. പിന്നെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ശല്യം ചെയ്യാൻ തോന്നിയില്ല. മുത്തശ്ശിയുടെ നോട്ടം കണ്ടതും അവൻ മുത്തശ്ശിയുടെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു. മോള് ഇന്നലെ ഇടയ്ക്ക് എഴുന്നേറ്റില്ലേ? ഇടയ്ക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നതാണല്ലോ, മുത്തശ്ശി ചോദിച്ചു. പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവൾക്ക് ദാഹിച്ചപ്പോൾ വെള്ളം കൊടുക്കുന്നത് കണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് മോൾക്കുള്ള പാലും മറ്റും, ആര്യവീർ പറഞ്ഞു. മുത്തശ്ശിക്ക് കോഫി പറയട്ടെ? അവൻ ചോദിച്ചു. വേണമെന്ന് മുത്തശ്ശി പറഞ്ഞു. അവൻ അപ്പോൾ തന്നെ അവനും മുത്തശ്ശിക്കുമുള്ള കോഫിക്ക് ഓർഡർ കൊടുത്തു. വീണ്ടും മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്നു. അപ്പോഴും മുത്തശ്ശി കണ്ണ് വിടാതെ ദേവപഞ്ചമിയെ തന്നെ നോക്കിയിരിക്കുന്നത് അവൻ കണ്ടു. മുത്തശ്ശി, ഈ പെൺകുട്ടി വിജയകുമാറിൻ്റെ ആരാണ് എന്നാണ് പറയുന്നത്? അവൻ ചോദിച്ചു. പിന്നീട് ഇന്നലെ വിജയകുമാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ദേവപഞ്ചമിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മുത്തശ്ശിക്ക് അറിയാവുന്നത് അവർ അവനോട് പറഞ്ഞു. ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ബിസിനസ്, അതിൻ്റെ പേരെന്താണെന്ന് അറിയുമോ? അവൻ ചോദിച്ചു. അറിയില്ല, വിജയകുമാറിന് അറിയാമായിരിക്കും, മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ എക്സാം റിസൾട്ട് വരുന്നത് വരെ മുത്തശ്ശിയുടെ കൂടെയുണ്ടാകും അല്ലേ? അവൻ ചോദിച്ചു. അതേ എന്നാണ് ആ കുട്ടി തന്നെ പറഞ്ഞത്. ആ കുട്ടിക്ക് PG ചെയ്യണം എന്ന് പറഞ്ഞു. അവൾക്ക് മറ്റൊരാഗ്രഹം കൂടി പറഞ്ഞു. അവളുടെ അച്ഛൻ നടത്തിക്കൊണ്ടുവന്ന ബിസിനസ് ഇപ്പോൾ അവളുടെ അച്ഛൻ്റെ ബന്ധുക്കളുടെ കയ്യിലാണല്ലോ. അത് അവൾക്ക് ഏറ്റെടുത്ത് നടത്തണമെന്നാണ് ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് മാനസികമായി തയ്യാറെടുക്കാനുള്ള സമയമാണ് ആ കുട്ടി ചോദിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ആ കുട്ടി മാറി നിൽക്കുന്നത്, മുത്തശ്ശി പറഞ്ഞു. ആര്യവീർ അവൾ കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി. തൻ്റെ കുഞ്ഞിൻ്റെ മുഖവും അവളുടെ മുഖവും ഒരുപോലെ ഇരിക്കുന്നത് പോലെ അവന് തോന്നി. പെട്ടെന്ന് അവൻ നോട്ടം മാറ്റി.
പിന്നീട് വീണ്ടും മുത്തശ്ശിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അവർക്കുള്ള കോഫിയുമായിട്ട് ആൾ വരുന്നത്. അവനത് വാങ്ങി മുത്തശ്ശിക്കും അവനും എടുത്തു. രണ്ടുപേരും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞ് അനങ്ങുന്നത്. കുഞ്ഞ് എഴുന്നേൽക്കാൻ പോവുകയാണ് എന്ന് തോന്നുന്നു. മുത്തശ്ശി പറഞ്ഞതും അവൻ വേഗം എഴുന്നേറ്റ് കയ്യിലെ കോഫി കപ്പ് അവിടെയുള്ള ടേബിളിൽ വെച്ച് കുഞ്ഞിനെ എടുക്കാനായി ചെന്നു. എന്നാൽ കുഞ്ഞിനെ എടുക്കാനായി ചെന്ന അവൻ ഞെട്ടി നിന്നു. തൻ്റെ കുഞ്ഞിൻ്റെ കൈ അവളുടെ കഴുത്ത് ഇറങ്ങിയിരിക്കുന്ന ഡ്രസ്സിൽ പിടിച്ച് താഴ്ത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മാറ് പുറത്തേക്ക് അത്യാവശ്യം കാണാമായിരുന്നു. അവൻ അവിടെ നിന്നും നോട്ടം മാറ്റാൻ പോയപ്പോഴാണ് കുഞ്ഞിൻ്റെ കുഞ്ഞു ചുണ്ടുകൾ അവളുടെ മാറിൽ പരതുന്നത് അവൻ കാണുന്നത്. അവന് വല്ലാത്ത സങ്കടവും വല്ലായ്മയും തോന്നി. അവൻ വേഗം തിരിഞ്ഞ് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് ഇരുന്നു. കുഞ്ഞ് വീണ്ടും ഉറങ്ങിയല്ലേ? മുത്തശ്ശി ചോദിച്ചു. ഉറങ്ങി, അവൻ പറഞ്ഞു. ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് കയറി. അവൻ വേഗം മുഖമെല്ലാം നന്നായി കഴുകി കുറച്ചു നേരം കണ്ണാടിയിലേക്ക് തന്നെ നോക്കി നിന്നു. പിന്നെ അവൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ റൂമിൽ ഡോക്ടറും നഴ്സും ഉണ്ടായിരുന്നു. അവരെ കണ്ടതും അവൻ്റെ നോട്ടം ആദ്യം പോയത് ദേവപഞ്ചമി കിടന്ന ഭാഗത്തേക്കായിരുന്നു. അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. രണ്ട് ഭാഗത്തും പില്ലോ വെച്ചുകൊണ്ട് കുഞ്ഞിനെ പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. അവിടെ ചുറ്റും അവളെ നോക്കി, കണ്ടില്ല. അവൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് സർ. അവനെ കണ്ടതും ഡോക്ടർമാരും നഴ്സുമാരും വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ്, അത്രമാത്രം അവൻ പറഞ്ഞു. ഇപ്പോൾ മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ്. എന്നാലും തണുപ്പ് ഒരുപാട് അടിക്കാതെ നോക്കണം എന്നെല്ലാം അവർ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത മുറിവെല്ലാം ഡോക്ടർമാർ പരിശോധിച്ചു. അതിനുശേഷം അവർ അവിടെ നിന്ന് പോയത്. അപ്പോഴാണ് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അകത്തേക്ക് കയറി വരുന്ന പഞ്ചമിയെ അവൻ കാണുന്നത്. അപ്പോൾ ഡോക്ടർമാർ വന്നപ്പോൾ അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നതാണെന്ന് അവന് മനസ്സിലായി. അവൾ മുത്തശ്ശിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവൾ നോക്കിയത് അടുത്ത് നിൽക്കുന്ന ആര്യവീറിനെയായിരുന്നു. അവൻ അടുത്ത് നിൽക്കുന്ന തന്നെ നോക്കുന്നുണ്ടെങ്കിലും ചിരിക്കുന്നില്ല. ഗുഡ് മോർണിംഗ് സർ, അവൾ പറഞ്ഞു. ഗുഡ് മോർണിംഗ്, അവൻ തിരിച്ചു പറഞ്ഞുകൊണ്ട് മോള് കിടക്കുന്ന ബെഡിലേക്ക് ചെന്നു. അവൻ ആ ബെഡിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ട് അവൾ അവളുടെ ബാഗ് വെച്ചിരിക്കുന്ന അടുത്തേക്ക് ചെന്നു. കുഞ്ഞിനെ ഒന്ന് നോക്കി. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ തലയിൽ അവൻ തലോടി. എഴുന്നേൽപ്പിക്കണ്ട, ഉറങ്ങിക്കോട്ടെ, അവനോട് മുത്തശ്ശി പറഞ്ഞു. പിന്നെ മോൾ എഴുന്നേൽക്കുമ്പോൾ മോൾക്ക് കഴിക്കാനുള്ള പാലും ഫുഡും എത്തിക്കാൻ പറഞ്ഞിട്ടില്ലേ? മുത്തശ്ശി ചോദിച്ചു. പറഞ്ഞിട്ടുണ്ട്, അത്രയും പറഞ്ഞു. അവൻ വീണ്ടും മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. അവൾ ആ സമയം വാഷ്റൂമിലേക്ക് കയറിയിരുന്നു. മുത്തശ്ശിക്ക് കഴിക്കാനുള്ള ഫുഡ് കുറച്ച് കഴിയുമ്പോൾ എത്തുമെന്ന് ഡോക്ടർ പറഞ്ഞത്. അതുവരെ വേണമെങ്കിൽ ഒന്നുകൂടി ഉറങ്ങിക്കോ, അവൻ പറഞ്ഞതും മുത്തശ്ശി തലയണക്കി. അപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൻ കുഞ്ഞിക്കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി. ഫോണിൻ്റെ ശബ്ദം കേട്ട് കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അവൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. മുത്തശ്ശി ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ തന്നെ നോക്കിക്കിടന്നു. അല്പസമയം കഴിഞ്ഞതും വാഷ്റൂമിൻ്റെ ഡോറ് തുറന്ന് അവൾ പഞ്ചമി പുറത്തേക്കിറങ്ങി. ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയ മുത്തശ്ശി കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി ഇറങ്ങുന്ന അവളെ കണ്ടതും, മോള് ഉടുത്തുമാറിയ ഡ്രസ്സുകൾ കഴുകാൻ ബാൽക്കണിയിൽ അവിടെ ഒരു വാഷിംഗ് മെഷീനുണ്ട്, അവിടെ ഇട്ടാൽ മതി, മുത്തശ്ശി പറഞ്ഞു. അവൾ മുത്തശ്ശി പറഞ്ഞത് കേട്ടും വാഷ്റൂമിലേക്ക് കയറി. അവിടെ അവൾ മാറ്റിവെച്ചിരുന്ന ഡ്രസ്സ് എടുത്തുകൊണ്ട് അതുമായി ബാൽക്കണിയിലേക്ക് നടന്നു. അത് വലിയൊരു ബാൽക്കണി ആയിരുന്നു. അവിടെ ഇരിക്കാനായിട്ട് ഒരു ചെയറും കോഫി ടേബിൾ അടക്കം എല്ലാം ഉണ്ടായിരുന്നു. സമയം 6 മണി കഴിഞ്ഞതേയുള്ളൂ. നേരം പുലർന്നു വരുന്ന പുലർക്കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൾ ഇന്നലെ ഉടുത്തു മാറിയതും ഇന്നിപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ ഉടുത്തു മാറിയ ഡ്രസ്സും അവൾ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു. അതിന് അടുത്തായി തന്നെ അതിലുപയോഗിക്കുന്ന സോപ്പ് ഓയിൽ അടക്കം എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇട്ടുകൊണ്ട് അവൾ തലമുടിയിൽ കെട്ടിവെച്ചിരുന്ന തോർത്ത് അഴിച്ചു കുടഞ്ഞു. ഒന്നുകൂടി തലമുടി തുടച്ചുകൊണ്ട് അവൾ തിരിഞ്ഞതും കാണുന്നത് അവിടെ ബാൽക്കണിയുടെ അറ്റത്തായി ഫോൺ ചെവിയിലേക്ക് വെച്ച് തന്നെ നോക്കി നിൽക്കുന്ന ആര്യവീറിനെയാണ്. അവനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. കാരണം അവൾ ബാൽക്കണിയിൽ വന്നപ്പോൾ അവിടെ അവൻ നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ അവനെ നോക്കുന്നത് കണ്ടതും വേഗം തന്നെ നോട്ടം മാറ്റി ഫോണിലേക്ക് തന്നെ അവൻ ശ്രദ്ധിച്ചു. ഫോണിൽ ഇവിടെ നിന്നും ഒന്നും പറയുന്നില്ല. അവിടെ നിന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് ആൾ നിൽക്കുന്നത് എന്നവൾക്ക് മനസ്സിലായതും അവൾ അഴിച്ച മുടി ഒന്നുകൂടി ടവൽ കൊണ്ട് കെട്ടിവെച്ച് തിരിഞ്ഞ് റൂമിലേക്ക് ചെന്നു. അപ്പോഴാണ് മുത്തശ്ശി കുഞ്ഞിനായിട്ട് വന്നിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം പറയുന്നത്. മോളെ എഴുന്നേൽപ്പിക്കാനും പറഞ്ഞു. ഇത്ര നേരത്തെ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ആ സമയം അവൾ ചിന്തിച്ചത്. അവളുടെ ചിന്താഗതി മനസ്സിലായതുപോലെ
കുഞ്ഞ് നേരത്തെ എഴുന്നേൽക്കും, അതുപോലെ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. രാത്രി അതിനിടയ്ക്ക് പാലുകുടിയൊന്നുമില്ലാത്തത് കൊണ്ട് രാവിലെ നല്ല വിശപ്പുണ്ടാകും. അതുമാത്രമല്ല 6 മണിയാകുമ്പോഴേക്കും അവൾ എഴുന്നേൽക്കുന്നതുമാണ്. ഇത്രയും സമയമായിട്ടും എന്താണാവോ ഉറങ്ങുന്നത്? എന്തായാലും മോള് കുഞ്ഞിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കൂ. കുഞ്ഞിന് മുഖവും എല്ലാം ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി കൊടുക്കണം. അതിനുശേഷം കുഞ്ഞിന് വന്നിരിക്കുന്ന പാലും മധുരക്കിഴങ്ങ് വേവിച്ചതും മുട്ടയും കൊടുക്കണം. കഴിക്കാൻ വലിയ മടിയൊന്നും കാണിക്കുന്ന കൂട്ടത്തിലല്ല. വിശക്കുന്നുണ്ടെങ്കിൽ മോള് കഴിച്ചോളും. മുത്തശ്ശി പറഞ്ഞത് കേട്ട് അവൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് മുത്തശ്ശി അവളെ ശ്രദ്ധിക്കുന്നത്. ഒരു ലൈറ്റ് ഒണിയൻ പിങ്ക് ചുരിദാറാണ് അവളുടെ വേഷം. കുളി കഴിഞ്ഞ് വന്നിരിക്കുന്നത് കൊണ്ട് മുടി ടവൽ കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട്. ഒരുക്കം എന്ന് പറയാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. കുഞ്ഞിനെ പതിയെ ഉണർത്തുന്ന അവളെ അവർ നോക്കിക്കിടന്നു. വളരെ സാവധാനം കുഞ്ഞിനെ മുഷിപ്പിക്കാതെ അവളെ എഴുന്നേൽപ്പിച്ചു. കൈകൊണ്ട് കണ്ണ് തിരുമ്മിക്കൊണ്ട് കുഞ്ഞ് പതിയെ കണ്ണ് തുറന്നു. എന്നിട്ട് അവളെ നോക്കി. സ്നേഹത്തോടെ അവൾ നോക്കുന്നതും കുഞ്ഞിനോട് എന്തൊക്കെയോ പറയുന്നതും മുത്തശ്ശി കണ്ടുകൊണ്ട് കിടന്നു. മുത്തശ്ശി നോക്കുന്നത് കണ്ടതും അവൾ കുഞ്ഞിനെയുമായിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. മുത്തശ്ശിയുടെ സുന്ദരിക്കുട്ടി രാവിലെ തന്നെ എഴുന്നേറ്റോ? മുത്തശ്ശി കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിയെ കണ്ടതും മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാൻ കുഞ്ഞ് ചായുന്നത് കണ്ടതും അവൾ, വാവേ, മുത്തശ്ശിക്ക് വയ്യാതിരിക്കുകയാണ്. മുത്തശ്ശിയുടെ അടുത്തേക്ക് നമുക്ക് പിന്നെ പോകാട്ടോ. കുഞ്ഞിന് വിശക്കുന്നില്ലേ? അവൾ ചോദിച്ചു. കുഞ്ഞ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൾ പറയുന്നത് കേട്ടുകൊണ്ട് ചെറുതായി പുഞ്ചിരി നൽകുന്നത് കണ്ടതും നമുക്കാദ്യം മുഖമെല്ലാം കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെയും കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു. കുഞ്ഞ് ഉടുത്തിരുന്ന ഡ്രസ്സ് അഴിച്ചു മാറ്റി അവൾ അവളുടെ തോളിലേക്ക് ഇട്ടുകൊണ്ട് ഇളം ചൂടുവെള്ളത്തിൽ കുഞ്ഞിൻ്റെ മുഖമെല്ലാം തുടച്ചു കൊടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് വരുന്ന ആര്യവീറിനെ കാണുന്നത്. അവൾ കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിൻ്റെ ഫുഡ് വെച്ചിരിക്കുന്ന ടേബിളിനടുത്തേക്ക് നടന്നു. പോകുന്നതിന് മുമ്പ് മുത്തശ്ശിക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാനും അവൾ മറന്നില്ല. വേണ്ട, ഞാൻ കോഫി കുടിച്ചു. ആര്യൻ എനിക്ക് എടുത്തു തന്നു, അവർ പറഞ്ഞു. കുഞ്ഞിനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഫുഡിൻ്റെ പാത്രത്തിൽ ഒരു ചെറിയ ഫ്ലാസ്കും ഉണ്ടായിരുന്നു. ഫ്ലാസ്കിൽ പാലായിരിക്കും എന്ന് മനസ്സിലായതും അവൾ അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കപ്പിലേക്ക് പാല് പകർത്തി. അപ്പോഴും കുഞ്ഞ് അവളുടെ ഇടത് കൈയിലുണ്ട്. അവളുടെ തോളിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട്. പാല് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് ആവിയിൽ വേവിച്ച് കൊണ്ടുവന്നിരിക്കുന്ന മധുരക്കിഴങ്ങ് അവൾ ഒരു സ്പൂണ് കൊണ്ട് കുറച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. അതുപോലെ മുട്ടയും ആ പാത്രത്തിൽ വെച്ചുകൊണ്ട് അവൾ അവിടെയുള്ള ചെയറിലേക്ക് ഇരുന്നു. കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് തന്നെ സ്പൂണിൽ കുറേശ്ശെ എടുത്ത് കുഞ്ഞിന് മധുരക്കിഴങ്ങും മുട്ടയും അവൾ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ചൂടാറിയ പാല് സ്പൂണ് കൊണ്ട് തന്നെ അവൾ കുഞ്ഞിൻ്റെ വായിലേക്ക് വച്ചു കൊടുത്തു. യാതൊരു മടിയോ താല്പര്യക്കുറവോ ഇല്ലാതെ കുഞ്ഞ് അത് കഴിക്കുന്നുമുണ്ട്. ഇതെല്ലാം നോക്കി മുത്തശ്ശിയും ആര്യനും അവിടെ ഉണ്ടായിരുന്നു. ഡോർബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ആര്യവീർ ചെന്ന് ഡോറ് തുറക്കുന്നത് അവൾ കണ്ടു. എന്തു പറ്റി? നീ ഇന്നലെ വന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് വേഗം പോന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുന്ന കുറച്ച് പേരെ അവൾ കാണുന്നത്. അതിൽ 1-2 പേർ ഇന്നലെ രാത്രി അവൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് അവൾ കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റ് ടേബിളിനടുത്തേക്ക് ചേർന്ന് നിന്നു. വന്നവരെല്ലാം മുത്തശ്ശിയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പിന്നെ ആര്യനോടും. അപ്പോഴാണ് കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന അവളെ കാണുന്നത്. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായതും അവർ അവളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ കുഞ്ഞിനുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവർ പറഞ്ഞു. അത് കേട്ട് അവൾ നോക്കിയത് ആര്യനെയായിരുന്നു. അവളെയും കുഞ്ഞിനെയും നോക്കി നിൽക്കുകയായിരുന്നു. ഇത് നീ ഓർഡർ ചെയ്തതാണോ? ആ സ്ത്രീ ചോദിച്ചു. അല്ല, ഞാനല്ല, അവൾ പറഞ്ഞു. അവർ കുഞ്ഞിനെ കൈനീട്ടി വാങ്ങാൻ പോയതും കുഞ്ഞ് അവളുടെ തോളിലേക്ക് വീണ്ടും കിടന്നു. വരുന്നില്ല എന്നതുപോലെ. കുഞ്ഞിന് ഇയാളെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, അവർ ചിരിയോടെ പറഞ്ഞു. അതിന് അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. താൻ കുഞ്ഞിന് ഭക്ഷണം കൊടുക്ക്. പെട്ടെന്ന് അവിടെ ആര്യൻ്റെ ശബ്ദം കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ തൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കുഞ്ഞിനെയും നോക്കി. കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൻ്റെ പാത്രം എടുത്തുകൊണ്ട് അവൾ അവിടെ നിന്നും ബാൽക്കണിയിലേക്ക് നടന്നു. അവൾ കുഞ്ഞിനെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് പോകുന്നത് അവർ നോക്കി നിന്നു. അതിനുശേഷം തിരിഞ്ഞ് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. കുഞ്ഞിനെ ആ കുട്ടി നന്നായിട്ട് നോക്കുന്നുണ്ടല്ലേ? അവർ ചോദിച്ചു. അതെ, ആ കുട്ടിയുടെ അടുത്താണ് ഇന്നലെ കിടന്നുറങ്ങിയത് പോലും, മുത്തശ്ശി പറഞ്ഞു. പിന്നീട് എന്തൊക്കെയോ അവർ സംസാരിച്ചു.
ഒരുപാട് സംസാരിക്കുമ്പോൾ മുത്തശ്ശിയുടെ കിതപ്പ് മനസ്സിലായതും ആര്യൻ മുത്തശ്ശിയോട് വിശ്രമിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും അവരുടെ അവസ്ഥ മനസ്സിലായതും എല്ലാവരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തുള്ള ലിവിംഗ് ഏരിയ പോലെയുള്ള അടുത്തേക്കാണ് എല്ലാവരും ചെന്നത്. എല്ലാവരും അവിടെ ഇരുന്നതും ആര്യൻ മുത്തശ്ശിയെയും പിന്നെ ബാൽക്കണിയിലേക്കും ഒന്ന് നോക്കിക്കൊണ്ട് അവനും ലിവിംഗ് ഏരിയയിലേക്ക് നടന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.